എന്റെ ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ. പുതുവത്സരാഘോഷം ഗതാഗത നിയമലംഘനങ്ങൾ നടന്നത് ഏറ്റവും കൂടുതൽ തിരൂരിൽ 201 കേസുകളിലായി 4,14,750 രൂപയാണ് പിഴ ചുമത്തിയത്. പുതുവത്സര ദിനത്തിൽ ശക്തമായ പരിശോധനയാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയത്. 2 ദിവസം മുൻപ് തന്നെ മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതിനാൽ അഭ്യാസ പ്രകടനങ്ങളുമായി റോഡിലിറങ്ങാം എന്ന് കരുതിയിരുന്നവരെല്ലാം അല്പം ഒതുങ്ങിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന നടപടിയെ തുടർന്ന് ജില്ലയിലെ നിരത്തുകളിൽ കാര്യമായ അനിഷ്ടങ്ങളില്ലാതെ പുതുവത്സരാഘോഷം കടന്നുപോയത് ആശ്വാസകരമായി. ജില്ലാ RTO ബി ഷഫീഖിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പുതുവത്സര ദിനത്തിൽ ശക്തമായ പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തുണ്ടായിരുന്നു. മലപ്പുറം RTO ഓഫീസ്, നിലമ്പൂർ പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി, പൊന്നാനി, തിരൂർ, കൊണ്ടോട്ടി സബ് RTO ഓഫീസ്, എൻഫോഴ്സ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ജില്ലയിലെ ദേശീയ സംസ്ഥാന പാതകൾക്ക് പുറമെ ഗ്രാമീണ മേഖലകൾ, വിനോദ കേന്ദ്രങ്ങൾ, പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ച് വൈകിട്ട് 3 മണി മുതൽ പുലർച്ചെ 3 മണി വരെ പരിശോധനയും പെട്രോളിംഗുമായും ഉദ്യോഗസ്ഥർ കർമ്മസജ്ജരായി രംഗത്തുണ്ടായിരുന്നു. 2 ദിവസം മുൻപ് തന്നെ മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതിനാൽ അഭ്യാസ പ്രകടനങ്ങളുമായി റോഡിലിറങ്ങാമെന്ന് കരുതിയിരുന്നവരെല്ലാം ഒരൽപ്പം ഒതുങ്ങിയിരുന്നു. മദ്യപിച്ചുള്ള വാഹനയാത്ര, മൊബൈൽ ഫോൺ ഉപയോഗം, അമിത വേഗത, ഇരുചക്ര വാഹനങ്ങളിൽ 2-ലധികം ആളുകളെ കയറ്റൽ, സിഗ്നൽ ലംഘനം, രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ, അമിത ശബ്ദമുണ്ടാക്കുന്ന സൈലൻസർ മാറ്റിയ വാഹനങ്ങൾ, എയർഹോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, മറ്റുള്ളവരുടെ ഡ്രൈവിംഗിനെ ബാധിക്കുന്ന രീതിയിലുള്ള വിവിധ വർണ്ണ ലൈറ്റുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മുതലായവയുമായി റോഡിലിറങ്ങുന്നവരെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തിയത്. പരിശോധനയിൽ 201 കേസുകളിലായി 4,14,750 രൂപ പിഴ ചുമത്തി. 2 കേസുകൾ കോടതിയിലേക്ക് കൈമാറി. പുതുവത്സര രാത്രിയിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് തീവ്ര ലൈറ്റുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ബോധവൽക്കരണവും നൽകി.